ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ മുഖം വെളുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ പലരും എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ മുഖം വെളുക്കുന്ന ആഗ്രഹമില്ലാത്തവരാരും ഇല്ല കേട്ടോ, ആരെയും ഞാൻ പറയുന്നില്ല. എനിക്കും ഇപ്പോൾ മുഖം വെളുക്കാനായിട്ട് ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ വെളുത്തിരിക്കുന്നത് കൊണ്ട് കുറച്ച് നിറം ഉള്ളത് കൊണ്ട് അപ്പോൾ നമ്മളങ്ങനെ കൂടുതൽ അതിനെ ശ്രദ്ധിക്കാനല്ലേ നോക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ആവശ്യമുള്ളതും ആഗ്രഹമുള്ളതുമായ കാര്യമാണ് മുഖം വെളുക്കുന്നത്, കുറച്ച് ഫെയർ ആയിരിക്കുന്നത്. ആ വെളുത്തിരിക്കുന്നത് തന്നെ കുറച്ച് നല്ല നീറ്റായിട്ടിരിക്കുന്നത്, ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ കറുപ്പ് അങ്ങനെ കരിമംഗല്യം ഒന്നുമില്ലാതെ നീറ്റായിട്ടിരിക്കുമ്പോഴാണ് നല്ലൊരു നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നുക അല്ലേ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് റെഡി ടു മിക്സ് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. ഇപ്പോഴൊന്നും അല്ല, പണ്ട് മുതൽ കുറേ വർഷങ്ങളായി. അപ്പോൾ പലർക്കും കൊടുത്തതിൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചതുകൊണ്ട് എൻ്റെ ഡിയേഴ്സാണ് എല്ലാ യൂട്യൂബിലെ കാണുന്നവരൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞു തരാം, എളുപ്പ വഴികൾ ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എൻ്റെ എന്താ പറയുക, ഞാൻ ആദ്യത്തെ വീഡിയോ ഇങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ മാലയുടെ ആരോ ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് പോയി, എനിക്ക് വാച്ച് ഓവർ കയറിയിട്ടില്ല. അപ്പോൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. മുഖം വെളുക്കാൻ വേണ്ടിയിട്ട് റെഡി ടു മിക്സ് വേറെ ഉണ്ട്, ഞാൻ അത് ഞാൻ ലാസ്റ്റ് പറയാം. ഇതിപ്പോൾ ആദ്യം പറഞ്ഞു തരാം. മുഖം വെളുക്കാനായിട്ട് മസ്റ്റായിട്ടുള്ള കാര്യമാണ്, എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 30 ഏജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ല ഒരു 40 ഏജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മുഖം വെളുക്കാൻ. ഇത് ചെയ്യുക കേട്ടോ. തിളക്കമുള്ള വെളുത്ത മുഖം നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ മുഖം വെളുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിപ്പുകൾ എഴുതി വെച്ചിട്ടുണ്ട്, ഒരുപാട് പേര് ചോദിച്ചപ്പോൾ കേട്ടോ. മുഖം വെളുക്കാൻ ചില എളുപ്പ വഴികൾ. ഒന്ന് വന്നിട്ട് ദിവസവും 2-3 ലിറ്റർ വെള്ളം കുടിക്കുക. ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണ്, എനിക്ക് സക്സസ് ആയ കാര്യങ്ങളാണ്. ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആവും കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ പറ്റാത്ത സമയങ്ങളുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഏജിലും ഇങ്ങനെ ഞാൻ എല്ലാ പണികൾക്കിടയിലും ഞാൻ ഇത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി സമയമൊന്നും ഞാൻ മാറ്റി വയ്ക്കാറില്ല, നിങ്ങൾ സക്സസ് ആകും കേട്ടോ. അപ്പോൾ ഇത് ടിപ്പ് ആലോചിച്ച് ഈ വീഡിയോ പല പ്രാവശ്യം കണ്ടു നോക്കുക. ആരും ഇങ്ങനെ എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ടാകും, എന്നാലും കൃത്യമായിട്ട് ഈ പാക്കിൻ്റെയും ഇതിൻ്റെയും കൂടെ ഇങ്ങനെ പറഞ്ഞു തരില്ല. അപ്പോൾ ഒന്ന് ദിവസവും 2-3 ലിറ്റർ വെള്ളം കുടിക്കുക. പിന്നെ പച്ചക്കറികളും പഴങ്ങളും ധാരാളമായി കഴിക്കുക. ഇതിന് വേണ്ടിയിട്ട് പൈസയൊന്നും ചിലവാക്കണ്ട. നിങ്ങളുടെ പച്ചക്കറികളൊക്കെ എന്താ വീട്ടിലുള്ളത് അത് ഡെയിലി ഈ റുട്ടീനായിട്ട് കഴിക്കുക കേട്ടോ. പിന്നെ 7-8 മണിക്കൂർ ഉറങ്ങുക കേട്ടോ. അതായത് 7-8 മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിലും, ഞാനിപ്പോൾ എല്ലാ ദിവസവും 7-8 മണിക്കൂറൊന്നും ഉറങ്ങാൻ പറ്റില്ല, അത് നമ്മൾ 5-6 മണിക്കൂറെങ്കിലും ഉറങ്ങുക കേട്ടോ. ഉറങ്ങാൻ ശീലിക്കുക, പകലായാലും രാത്രിയായാലും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ 5-6 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട്, ഇതൊക്കെ വന്നാൽ നല്ലൊരു സൗന്ദര്യം ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ദിവസവും യോഗയും പിന്നെ സൺസ്ക്രീന് SPF സൺസ്ക്രീനില്ലേ, അത് സ്കിന്നിൽ ഉപയോഗിക്കുക കേട്ടോ. നമ്മളുടെ ഈ കാലവർഷത്തെയൊക്കെ ഇതായിട്ട് നിങ്ങളങ്ങനെ എല്ലാവരും ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നും വിചാരിക്കേണ്ട. എപ്പോഴും നിങ്ങൾ സൺസ്ക്രീൻ SPF സ്കിന്നിൽ പുരട്ടുക. വീട്ടിലുള്ളവരും ഒന്ന് പുരട്ടുക കേട്ടോ. വീട്ടിലുള്ളവർക്കും വെയിൽ കൊള്ളുമല്ലോ. അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ ഒരു മൈൽഡായിട്ട് പുരട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഞാൻ ക്വാണ്ടിറ്റി അതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എളുപ്പ വഴികൾ പറഞ്ഞു പോവുകയാണ്. അങ്ങനെ SPF 30 എന്നൊക്കെ പറഞ്ഞിട്ട് 30% അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഉപയോഗിക്കുക. മുഖം വിയർത്ത ശേഷം ഉടൻ മുഖം വിയർക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ കുരുവൊക്കെ വരുന്നവർ മുഖം വിയർക്കുമ്പോൾ എൻ്റെ ഒരു ടിപ്പാണ്, ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്നിൽ ഒപ്പിയെടുക്കുക, അല്ലെങ്കിൽ മുഖം കഴുകുക കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴെപ്പോഴും മുഖം കഴുകുന്നതൊന്നും അത്ര നല്ലതൊന്നുമല്ല. ഞാൻ 5 നേരം ഇപ്പം നിസ്കരിക്കുന്നവർക്കും മുഖം കഴുകണം, അത് വേറെ കാര്യം, അതിലൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. ടിഷ്യൂ പേപ്പറിൽ ഒപ്പിയെടുത്താലും മതി, അതാണ് കുറച്ചും കൂടി നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ. എപ്പോഴെപ്പോഴും പോയിട്ട് മുഖം സോപ്പിട്ട് കഴുകരുത്. വെറുതെ വേണമെങ്കിൽ കഴുകാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിഷ്യൂ പേപ്പറിൽ ഒപ്പിയെടുത്തിട്ട് 2 നേരം വേണമെങ്കിലും കഴുകാൻ പറ്റുന്നവർ കഴുകുക കേട്ടോ. ടിഷ്യൂ പേപ്പർ മസ്റ്റായിട്ട് ഇതൊരു നല്ലൊരു ടിപ്പാണ്, സക്സസ് ആയ ടിപ്പാണ് കേട്ടോ. അപ്പോൾ വേർപ്പൊക്കെ വരുമ്പോൾ ടിഷ്യൂ പേപ്പറിൽ ഒപ്പിയെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് വെള്ളം ഒഴിച്ച് കഴുകുക. സോപ്പിട്ടൊന്നും എപ്പോഴെപ്പോഴും കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹോം റെമഡികളൊക്കെ നിങ്ങൾ ഉഴുന്ന് അങ്ങനെ തേന് അങ്ങനെയുള്ളവരൊക്കെ ചെയ്യാൻ ഇല്ലയെന്നൊന്നും പറയുന്നില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതൊക്കെ വെറുതെ അലർജി ഇല്ലാത്തവർക്ക്, പണ്ട് ചെറുപ്പം മുതലേ ചെയ്യുന്നവർക്ക് അത് ശരിയായിരിക്കും.
പിന്നെ അതുപോലെ തന്നെ പ്രോ ടിപ്പാണ് കേട്ടോ. ഇതെല്ലാം സ്ഥിരമായി ചെയ്യുമ്പോൾ എന്താണ്, സ്വാഭാവികമായും തിളക്കം വന്ന് ആരോഗ്യകരമായ ഒരു സൗന്ദര്യവും സ്കിന്നും ആരോഗ്യകരമായി മാറും കേട്ടോ. അതുപോലെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പുരുഷന്മാരൊക്കെ പുകവലി, മദ്യം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയൊന്നും ചെയ്തിട്ട് ചെയ്യുമ്പോൾ അത്ര എഫക്റ്റ് വരില്ല. അങ്ങനെയുള്ളവർ അതൊന്ന് ഒഴിവാക്കുക കേട്ടോ. പുരുഷന്മാരൊക്കെ അതിൻ്റെ കാര്യമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ മദ്യപാനം പിന്നെ അതുപോലെ പുകവലിയൊക്കെ പെട്ടെന്നൊന്നും നിർത്താൻ പറ്റത്തില്ല, കുറച്ച് കുറച്ച് വരിക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലൊരു സൗന്ദര്യമൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മേക്കപ്പ് ഒഴിവാക്കുക കഴിയുന്നത്. ഇതൊക്കെ എൻ്റെ ഒരു ടിപ്പുകളാണ്. മേക്കപ്പ് കഴിയുന്നത് ഒഴിവാക്കുക. നിങ്ങൾ ലൈറ്റായിട്ട് എന്തെങ്കിലും ഇടുക, അത്ര തന്നെ കേട്ടോ. മേക്കപ്പ് എല്ലാ ദിവസവും ഒന്നും ഇടാൻ ശീലിക്കണ്ട, സ്കിന്നൊക്കെ ഡാമേജ് ആവും കേട്ടോ. എന്ത് തന്നെ വലിയ വലിയ എന്താണ് പ്രൊഡക്റ്റ് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ മേക്കപ്പ് ഒഴിവാക്കുക കേട്ടോ. അതുപോലെ മുഖം ശുദ്ധമായി സൂക്ഷിക്കുക, മനസ്സിലായില്ലേ? മുഖം ശുദ്ധമായി സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതാണ്. നമ്മൾ നാച്ചുറലായിട്ട് വെറുതെ സ്കിന്നിൽ തന്നെ നമുക്ക് മോയ്സ്ചറൈസിങ് ഒക്കെ ഉണ്ടാവും. ഒരു 30 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിനുള്ള ഇത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ എന്താണ്, സ്ട്രെസ്സ് കുറയ്ക്കുക, മനസ്സിലായില്ലേ? സ്ട്രെസ്സ് കുറയ്ക്കുക. അങ്ങനെ വന്നാലും ആ മനസ്സിനെയൊക്കെ മാറ്റി നല്ല മുഖത്ത് നല്ല ചിരിയോടുകൂടി ഇരിക്കുക. അതുപോലെ തന്നെ യോഗ, ധ്യാനം ഒക്കെ ചെയ്യുക. അതായത് യോഗ, ധ്യാനം എന്ന് പറയുന്ന പ്രെയർ ചെയ്യുക, അങ്ങനെ ഉള്ളതാണ് യോഗ. അത് ഓരോരുത്തരും ഇതുപോലെ അങ്ങനെയൊക്കെ ഡെയിലി ചെയ്യുക കേട്ടോ. ഇതൊക്കെ ഞാൻ ഡെയിലി മാറ്റി വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല, എൻ്റെ ജോലിയുടെ തിരക്കുകൾ കൂടി ഞാൻ അപ്പം ചെയ്തു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രായത്തിലും ഇങ്ങനെ എനർജറ്റിക്കും. ഞാൻ എന്നെക്കുറിച്ച് തന്നെ നന്നായിട്ട് പറയാം, എന്നാലല്ലേ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് സൗന്ദര്യത്തിനുള്ള എളുപ്പ വഴിയാണ് കേട്ടോ. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ റെഡി ടു മിക്സ്, നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് റെഡി ടു മിക്സ് ഒക്കെ വാങ്ങിക്കില്ലേ, അതേപോലെ റെഡി ടു മിക്സാണ് ഇത് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് സമയം കളയേണ്ട ആവശ്യമേ ഇല്ല. ഈ പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുക. വെറുതെ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ടാനൊക്കെ മാറും, നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസൊക്കെ വരും. അതുപോലെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പൊക്കെ മാറും സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേട്ടോ. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് പപ്പായ സീഡ്സ്, ഓറഞ്ച്, എന്താണ് ഓറഞ്ചിൻ്റെ ജെല്ലി തന്നെ എടുത്തിട്ടൊക്കെ ഉണക്കിയിട്ടുള്ള പൊടികളൊക്കെയാണ്. ഓറഞ്ചും പപ്പായയും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ നല്ലൊരു ടാനൊക്കെ മാറാനായിട്ട് നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡി ടു മിക്സാണ്. നിങ്ങൾ പച്ചവെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക. അല്ല നിങ്ങൾക്ക് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുക. റോസ് വാട്ടർ ആകുമ്പോൾ അലർജി ഉള്ളവർക്കൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് റോസ് വാട്ടറൊന്നും വാങ്ങാൻ പറ്റാത്തവർ വിഷമിക്കുകയൊന്നും വേണ്ട. വെറും പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ റോസ് വാട്ടർ വാങ്ങിക്കുക. അതുപോലെ ഈ എന്താണ് ആയുർവേദ കടകളിലുള്ള പൂജയ്ക്ക് വെക്കുന്ന റോസ് വാട്ടറൊന്നും വാങ്ങരുത് കേട്ടോ. അതിൽ ചിലപ്പോൾ എന്തെങ്കിലും മിക്സിങ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒത്തിരി പേർക്ക് അലർജി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പറഞ്ഞ സ്കിന്നിനുള്ള എളുപ്പ വഴി നിങ്ങൾ വേറൊന്നും നോക്കണ്ട. ഈ അലോവേറ സോപ്പ് ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ യൂസിൽ തന്നെ നന്നായിട്ട് വ്യത്യാസം മനസ്സിലാകും. സാധാരണ നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും ഇതിൽ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും തന്നെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ സ്കിന്നും ഫേസും എല്ലാം നല്ല സൗന്ദര്യമായിട്ടുണ്ടാവും. ഇത് ശരീരത്തിനും ഇതും ഫേസ് പാക്കും ഇതൊക്കെ ഒരേ എഫക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നല്ലൊരു എഫക്റ്റ് വരും. നിങ്ങൾ വേറെ ഒരു പ്രൊഡക്റ്റിൻ്റെ പുറകിലും പോകേണ്ട ആവശ്യം വരില്ല. റീസണബിൾ റേറ്റാണ്. നിങ്ങൾക്ക് ഇത് 50 രൂപയ്ക്ക് തരാം, ഇത് 50 രൂപയ്ക്ക് തരാം, എല്ലാം 50 രൂപയ്ക്ക് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊന്നും കൊടുത്തിരുന്നില്ല. പക്ഷെ എല്ലാവരും, ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും നന്നായിരിക്കണ്ടേ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ മനസ്സ് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല. ഇപ്പോൾ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആരോ എന്നോട് പറഞ്ഞു ഇതുപോലെ ആഭരണമൊക്കെ കാണിക്കണേന്ന്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ, ഇത് എനിക്ക് ചെയിൻ ഉണ്ടായിരുന്നു. ഇത് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. തട്ടിക്കിട്ട് ഉണ്ടാക്കിയതാണ് ഒരു ചെയിൻ. ഈ ചെയിൻ തന്നെ റെഡിമെയ്ഡായിട്ട് നമുക്ക് ഫാൻസി സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ചെയിൻ ഉണ്ടാക്കാനായിട്ടുള്ള ചെയിനുമാണ് കേട്ടോ. അതിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ്. ഈ കമൻറ്റിലൂടെ പറയുക ആർക്കായിരിക്കും എന്ന് പറഞ്ഞിട്ട്, എൻ്റെ ഫാമിലിയിൽ തന്നെ കേട്ടോ. അപ്പോൾ ഗസ് ചെയ്യാണ് നിങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഞാൻ ഉണ്ടാക്കിയ ആഭരണങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് സമയം കളയുന്നില്ല കേട്ടോ. ചിലവരൊക്കെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഒരാളെന്തോ കമൻ്റ് ഇട്ടപ്പോൾ അവർക്ക് വേണ്ടിയെങ്കിലും, എൻ്റെ ഒരു ഡിയറിന് വേണ്ടിയെങ്കിലും ഞാൻ കാണിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്.
ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വളയാണ്. ഇതൊരു യൂസ് ചെയ്തിട്ടുള്ള വളയാണ്. അതിൽ ഞാനിങ്ങനെ ഈ ഒരു സാധനം ഒരു മാലയുടെ പൊട്ടിപ്പോയപ്പോൾ എടുത്തു വെച്ചു. അപ്പോൾ വള ഇത് കണ്ടോ, മോതിരം ഉണ്ടാക്കിയിരിക്കുന്ന ചെയിന് പോലെ വെച്ചിട്ട് മോതിരം ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. കാണുന്നോന്ന് അറിയില്ല, എൻ്റെ വിരലുകളൊക്കെ മോശമാണ്, പണി ചെയ്ത് കണ്ടോ നരമ്പുകൾ. അപ്പോൾ കണ്ടോ ഇത്. അപ്പോൾ ഇതൊന്ന് കമൻറ്റിലൂടെ ഗസ് ചെയ്ത്, അല്ല ഞാൻ ഗസ് ചെയ്യാം, നിങ്ങൾ പറയുക കേട്ടോ ആർക്കായിരിക്കുന്നു പറഞ്ഞിട്ട്. ഇതൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാം, എൻ്റെ ഫാമിലിയിൽ തന്നെ കേട്ടോ. അപ്പം ടണ്ടടേ. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഹൈദരാബാദ് പേൾസൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കാണുന്നു ഉണ്ടോ? ഇത് ഞങ്ങൾ പണ്ട് ടൂറ് പോയപ്പോൾ ഹൈദരാബാദിൽ നിന്ന് ഞാൻ പേളുകളും കുന്തൻസും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ ലോക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ കുന്തൻ സ്റ്റോണൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റൊക്കെ വേണമെന്നുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, അതിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വിളിക്കുക. നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും, വീണ്ടും വീണ്ടും വാങ്ങിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ നന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ, ബൈ, ടാറ്റ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.